ജെഎം ടോക്സിലേക്ക് സ്വാഗതം. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ച തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ KPCCയുടെ പുതിയ പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനം ഉടനെ വരുമെന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു. AICC ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്നോ നാളെയോ നടത്തും. പുതിയ പ്രസിഡന്റ് ബെന്നി ബെഹനാൻ MP ആണെന്നാണ് അറിയുന്നത്. നേരത്തെ KPCC പ്രസിഡന്റിൻ്റെ നിയമനം സംബന്ധിച്ച് ചർച്ചകൾ നടന്നപ്പോൾ ബെന്നി ബെഹനാൻ്റെ പേര് ഉയർന്നു വന്നിരുന്നതാണ്. കാരണം ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം KPCC പ്രസിഡന്റ് എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം ബെന്നി ബെഹനാൻ്റെ പേര് വന്നത്. പക്ഷേ ബെന്നി ബെഹനാൻ യാക്കോബ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ഓർത്തഡോക്സ് സഭയ്ക്ക് തൽക്കാലം കോൺഗ്രസിൽ കാര്യമായ പ്രാതിനിധ്യം ഇല്ലാത്തതിനാലും അതേക്കുറിച്ച് എതിർപ്പ് വരുമെന്നുള്ള കാരണം കൊണ്ടാണ് ബെന്നി ബെഹനാൻ്റെ പേരെന്ന് പരിഗണിക്കാതിരുന്നത്. അങ്ങനെയാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റായത്. എന്നാലിപ്പോൾ സണ്ണി ജോസഫ് മന്ത്രിയാകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ബെന്നി ബെഹനാനെ KPCC പ്രസിഡൻ്റായി നിയമിക്കാൻ തീരുമാനിച്ചതെന്നറിയുന്നു. തീർച്ചയായും അതൊരു നല്ല തീരുമാനമാണ്. കാരണം എല്ലാ അർത്ഥത്തിലും KPCC പ്രസിഡൻ്റാകാനുള്ള കഴിവുള്ള ആളാണ് ബെന്നി ബെഹനാൻ. ബെന്നി ബെഹനാൻ ഏറ്റവും സീനിയറായ ഒരു കോൺഗ്രസ് നേതാവാണ്. ബെന്നി ബെഹനാൻ 1982 ആദ്യമായി നിയമസഭയിലെത്തിയ ആളാണ്. അതിനുശേഷം ഒന്നിലേറെ തവണ നിയമസഭയിൽ വന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അതെല്ലാം ഈ സാമുദായിക സമവാക്യങ്ങൾ കാരണം അദ്ദേഹത്തിൻ്റെ അവസരം നഷ്ടപ്പെടുകയായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാനെ നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നുവെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹം ലിസ്റ്റിലുണ്ടായിരുന്നുവെങ്കിലും, അന്നത്തെ പ്രസിഡൻ്റായിരുന്ന VM സുധീരൻ ബെന്നിയെ മാറ്റണമെന്നും പകരം PT തോമസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു നിർബന്ധം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ബെന്നി ബെഹനാന് നിയമസഭയിലേക്കുള്ള മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടത്. അന്ന് ബെന്നി ബെഹനാൻ നിയമസഭയിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ച് ഒരു മന്ത്രിയാകേണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള അവസരം നിഷേധിക്കപ്പെട്ട ബെന്നി പിന്നീട് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയും ജയിക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് തുടർന്ന് വന്ന പാർലമെൻറ്റിലും അദ്ദേഹം മത്സരിച്ച് ജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള അവസരം ഇതുവരെ ലഭിച്ചില്ല, ഒരു പദവികളും ഇരുന്നിട്ടില്ല. അതുകൊണ്ട് ബെന്നി ബെഹനാനെ സംബന്ധിച്ച് ഏറ്റവും അധികം കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ നല്ലൊരു ഓർഗനൈസറായ, അതിലെല്ലാം ഉപരി കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച്, കേരളത്തിൻ്റെ സാമൂഹിക സ്ഥിതിയെക്കുറിച്ചെല്ലാം കൃത്യവും വ്യക്തമായ ബോധ്യമുള്ള ഒരാളാണ് ബെന്നി ബെഹനാൻ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഏറ്റവും ഒടുവിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. നഷ്ടപ്പെട്ട നാളുകൾ എന്നുള്ള പേരിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് കേരളത്തിൽ ഇല്ലാതായ ഒട്ടേറെ അവസരങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം സത്യത്തിൽ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. വളരെ ആഴത്തിൽ പഠിച്ചിട്ട്, വളരെ കണക്കുകൾ സഹിതം, എനിക്ക് തോന്നുന്നു അദ്ദേഹം അതിന് വേണ്ടിയിട്ട് നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ എഴുതിയ ഒരു പുസ്തകമാണ് അടുത്ത കാലത്ത് പ്രകാശനം ചെയ്തത്. ആ പുസ്തകം ഒറ്റയൊരെണ്ണം മതി ബെന്നി ബെഹനാൻ്റെ ഈ പദവിയിലേക്ക് എത്താനുള്ള യുഗം തെളിയിക്കുന്നത്. അതെല്ലാം ഉപരി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ആളാണ്. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു. ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് മാനേജ്മെൻറ്റിൽ വളരെ വൈദഗ്ധ്യം തെളിയിച്ച ആളാണ്. ഇടക്കാലത്ത് ഉമ്മൻചാണ്ടിയുമായിട്ട് അകന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ വന്നിരുന്നെങ്കിൽ അവസാന കാലത്ത് അദ്ദേഹം, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി രോഗിയായതിനു ശേഷം അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായിട്ട് വളരെ അടുക്കുകയും, എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ജർമ്മനിയിൽ പോയപ്പോഴുമൊക്കെ ഏറ്റവും വിശ്വസ്തൻ എന്നുള്ള നിലയിൽ ആ കുടുംബത്തോടൊപ്പം പോയതൊക്കെ ബെന്നി ബെഹനാനാണ്. അപ്പോൾ ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആകുന്നു എന്നുള്ളത് കോൺഗ്രസിനെ മൊത്തത്തിൽ, കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് പഴയ A ഗ്രൂപ്പുകാരെ സംബന്ധിച്ചും അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. A ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു കോൺഗ്രസിൻ്റെ പ്രസക്തി ഇന്നില്ലെങ്കിൽ പോലും ആ ഗ്രൂപ്പിലെ ആളുകളെ സംബന്ധിച്ച് ബെന്നി ബെഹനാൻ KPCC പ്രസിഡൻ്റായിട്ട് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഇതെല്ലാം മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഫോർമുലയാണ്. എന്തായാലും ബെന്നി ബെഹനാൻ KPCC പ്രസിഡന്റ് ആകുന്നതിന് തടസ്സമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ പ്രഖ്യാപനം എന്ന് വരും, എപ്പോൾ വരും എന്ന് മാത്രമേ അറിയാനുള്ളൂ.